നമ്മൾ കണ്ടതാണ് പ്രചരണ രംഗത്ത് വ്യത്യസ്തമായ ആശയങ്ങളും രീതികളും ഒക്കെ പയറ്റുന്ന രീതി, മാറിമറിയുന്ന പ്രചരണ വിഷയങ്ങളുണ്ട്. അതെല്ലാം ഇങ്ങനെ പ്രചരണ രംഗത്തേക്ക് ഉന്നയിക്കപ്പെടുകയാണ്. വീടുകൾ തോറും സ്ക്വാഡ് വർക്കുകളുമായി പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ എത്തുമ്പോൾ അവർ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങളുണ്ട്. ജനങ്ങൾക്ക് മുന്നിൽ വിവിധ വിഷയങ്ങളെ അറിയിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ വന്നാൽ, ഞങ്ങൾ ജയിച്ചു വന്നാൽ, ഞങ്ങളുടെ ഭരണസമിതി വന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവർക്ക് പലതും മുന്നോട്ട് വെക്കാനുണ്ട്. അതിൽ സംസ്ഥാനത്തെ വലിയ റോഡുകളും പാലങ്ങൾക്കും അപ്പുറം ആ പ്രദേശത്തെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. അവിടുത്തെ ചെറിയ റോഡ് നന്നാക്കലാവാം, ചെറിയ പാലം ഉണ്ടാക്കലാവാം, അങ്ങനെയുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായും ജനങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രധാന വിഷയങ്ങൾ ഒന്ന് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, ഒപ്പം തന്നെ സർക്കാർ സ്കൂളുകളിലെ പ്രശ്നങ്ങളാവാം, ആശുപത്രികളിലെ പ്രശ്നങ്ങളാവാം, കറണ്ട് വൈദ്യുതി മുടങ്ങുന്ന പ്രശ്നങ്ങളാവാം, കുടിവെള്ളം കിട്ടാനില്ലാത്ത പ്രശ്നങ്ങളാവാം. ഈ പ്രശ്നങ്ങളൊക്കെയാണ് പ്രാദേശിക തലത്തിൽ കൂടുതലായി ഇവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് അതൊക്കെ അഡ്രസ്സ് ചെയ്ത് വേണം ഇവർക്ക് മുന്നോട്ട് പോകാൻ എന്നതുകൂടിയാണ് പ്രസക്തമായ കാര്യം. ആവേശം അതിൻ്റെ കൊടുമ്പരിയിലേക്ക് കൊള്ളുകയാണ്. നമ്മൾക്ക് ഒരിക്കൽ കോട്ടയത്ത് കൂടിയൊന്ന് പോയ ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാം. ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, രാവിലെ നമ്മൾ ചർച്ച ചെയ്തതാണ്, നമ്മൾ കോട്ടയത്തെ ചില ദൃശ്യങ്ങൾ കൂടി ഇവിടുന്ന് കാണുന്നുമുണ്ട്. കോട്ടയം വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയം പറയാൻ സാധ്യതയുള്ള ഒരിടമാണ്, അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ്. ഇത്തവണ ആദ്യ തെരഞ്ഞെടുപ്പ് ഇറക്കുന്ന 7 ജില്ലകളിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിത്രമുള്ള സ്ഥലമാണ്. കാരണം ഭൂമിശാസ്ത്രപരമായും ഒപ്പം തന്നെ അതിൻ്റെ സാമൂഹ്യ ഘടനയിലുമൊക്കെ വ്യത്യസ്തത ഏറെയുണ്ട്. രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കേരള കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണല്ലോ കോട്ടയം. അങ്ങനെ കൂടി പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം എങ്ങനെ എത്തി എന്നതും പ്രസക്തമായ ഒരു കാര്യമാണല്ലോ. ശ്രീജിത്ത്, ഒരു കാര്യം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നു, അതായത് കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം സംഭവിച്ചത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം 5 വർഷം പിന്നിട്ടാണ് വീണ്ടും അവർ ഇടതുമുന്നണിക്കൊപ്പം മത്സരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യം ഈ UDF-ൽ വർഷങ്ങളായി പ്രവർത്തിച്ചവർ ഇടതുമുന്നണിക്കൊപ്പം വരുമ്പോൾ ചേർന്ന് പോകുമെന്നൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ 5 വർഷത്തിന് ശേഷം വീണ്ടും ഒന്നിച്ച് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ആ ബന്ധത്തിൽ എന്തെങ്കിലും വിടവ് സംഭവിച്ചോ, അതല്ലെങ്കിൽ അല്പം കൂടി ദൃഢമായോ? എന്താണ് സംഭവിച്ചത്? ഈ കൊട്ടിക്കലാശത്തിലൊക്കെ കാണുന്ന കാഴ്ച എങ്ങനെയാണ്? പൊതുവെ എന്നുള്ളതാണ് തുടക്കത്തിൽ പലയിടത്തും നമ്മൾ കണ്ടത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം കാര്യങ്ങൾ എത്തുമ്പോൾ ഏതാണ്ട് ഒരുമയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നേതാക്കളൊക്കെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ നേതാക്കൾ, കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾ, പ്രവർത്തകരൊക്കെയും തുറന്ന് പറയുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഗുണം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ ആവേശമായി കൊട്ടിക്കലാശം മാറുന്നു. ഞാനിപ്പോൾ ഉള്ളത് കടുത്തുരുത്തിയിലാണ്. കടുത്തുരുത്തിയെ സംബന്ധിച്ച് കേരള കോൺഗ്രസുകളുടെ തട്ടകമായ ഒരു നിയോജക മണ്ഡലമാണ്. കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് വാശിയേറിയ കൊട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. ഒരു വശത്ത് LDF-ഉം മറുവശത്ത് UDF-ഉം ഒപ്പം തന്നെ തൊട്ടിപ്പുറത്ത് BJP-യും വലിയ ശക്തി പ്രകടനം തന്നെ കാണിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വാർഡ് തലത്തിലാണ് കാര്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരുപക്ഷെ കോട്ടയം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ വാർഡ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ നഗരങ്ങളിലല്ല ഗ്രാമങ്ങളിലാണ് ആഘോഷം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു നഗരത്തിൽ കാര്യമായ ഒരു ആഘോഷം നടക്കുന്നത് അത് കടുത്തുരുത്തിയിലാണ്. 3 പാർട്ടികളും ഒരുമിച്ച് വാശിയോറെ കൊട്ടിക്കലാശത്തിലേക്ക് കടന്ന ഒരു സ്ഥലം കൂടിയാണ് കടുത്തുരുത്തി എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം അവിടെയും ഒരുപക്ഷെ പാല അല്ലെങ്കിൽ കോട്ടയം അങ്ങനെ പലയിടത്തും അങ്ങനെ കാര്യമായ കൊട്ടിക്കലാശ രീതികളില്ല. പക്ഷേ കടുത്തുരുത്തിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ കേരള കോൺഗ്രസുകളുടെ ഒരു മത്സരം നടക്കുന്ന സ്ഥലം എന്ന നിലയിൽ കൂടിയാണ് അതിനെ കാണേണ്ടത്. അതിന്റെ ഒരു വീറും വാശിയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലടക്കം ഏറ്റുമുട്ടുന്നത് കേരള കോൺഗ്രസുകൾ തമ്മിലാണ്. എന്തായാലും വാശിയേറിയ മത്സരത്തിൽ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലൊക്കെ കടുത്തുരുത്തി പോലുള്ള സ്ഥലങ്ങളിൽ ഇരുവരും ഒറ്റയ്ക്ക് ഒപ്പത്തിനൊപ്പം എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ എന്താകും ഫലം അതറിയാനുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും വലിയ ജനപങ്കാളിത്തം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സാധാരണ നിലയിലുള്ള കൊട്ടിക്കലാശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇത് പ്രാദേശികമായ ഒരുപാടിടത്ത്
വിഘടിച്ച് പലയിടത്തായി കൊട്ടിക്കലാശ പരിപാടികൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ താഴെ തട്ടിൽ വാർഡുകളിലൊക്കെ റാലികളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ടാണ് റോഡ് ഷോകളും മറ്റും സംഘടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ മാത്രം അപൂർവം പാലാ, കോട്ടയം, അങ്ങനെ പാമ്പാടി ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വലിയ കൊട്ടിക്കലാശങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തവണ ആ നിലയിലുള്ള കൊട്ടിക്കലാശം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിന് അപവാദമായി നിൽക്കുന്നത് കടുത്തുരുത്തിയിലാണ് എന്നുള്ളതാണ്. തീർച്ചയായും കേരള കോൺഗ്രസുകളുടെ മത്സരം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് മറ്റ് പല ഇപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ മേഖലകളിലേക്ക് കടന്നു കയറാൻ ഒരു ശ്രമം നടത്തി BJPയും വലിയൊരു സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരമാവധി ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് BJPയും ഇത്തവണ കോട്ടയത്ത് മത്സരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ കണക്കെടുത്താൽ ജോസ് കെ മാണി വിഭാഗം ഒപ്പം എത്തിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഏതാണ്ട് പഞ്ചായത്തുകളിൽ ഒരുമിച്ച് ഭരണം പിടിക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ജില്ലാ പഞ്ചായത്തിലും ആ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. തൊട്ടിപ്പുറത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞത്. എന്തായാലും എല്ലായിടത്തും വലിയ ആവേശം തന്നെ. ഒരുപക്ഷെ നേതാക്കൾ കാര്യമായി പങ്കെടുക്കുന്ന ഒരു കൊട്ടിക്കലാശം അതിനൊരു ഏറ്റവും വലിയ വീറും വാശിയുമുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൽ ഏറ്റുമുട്ടുന്ന കടുത്തുരുത്തിയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനും വലിയ വീറും വാശിയേറിയ പോരാട്ടമൊക്കെ നടന്നൊരു മണ്ഡലം കൂടിയാണ് കടുത്തുരുത്തി. അതുകൊണ്ട് തന്നെ ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ വലിയ ആവേശത്തിലേക്ക് കോട്ടയവും പ്രത്യേകിച്ച് കടുത്തുരുത്തി പോലെയുള്ള മേഖലകൾ മാറുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും കോട്ടയത്ത് നിന്ന് നമ്മൾ കാണുന്ന ചിത്രവും അങ്ങനെ തന്നെയാണ്. വലിയ ആവേശമായി കോട്ടയം മാറുന്നു. ശ്രീജിത്ത് പരാമർശിച്ച കടുത്തുരുത്തി മണ്ഡലത്തിനും പ്രത്യേകതയുണ്ട്. ജോസ് കെ മാണി MLA ആയിരിക്കുന്ന ഇടമാണ്. കേരള കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിലുള്ള ശക്തി കേന്ദ്രം. പൂർണ്ണമായും ഒരു നിയമസഭാ മണ്ഡലത്തിലെ പൂർണ്ണമായി സ്വാധീനിക്കാൻ ശേഷിയുള്ള ഇടമാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം കേരള കോൺഗ്രസിന്. അതുകൊണ്ട് ആ കരുത്തുറ്റ ഇടത്ത് വലിയ പോരാട്ടമാണ്. ജില്ലാ പഞ്ചായത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഇടമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമുണ്ട്. മറ്റിടങ്ങളിലും ചിത്രം അതുതന്നെയാണ്. ഒപ്പം ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ BJP സംസ്ഥാനാടിസ്ഥാനത്തിൽ പയറ്റിയ ക്രൈസ്തവ നയതന്ത്രത്തിൻ്റെ പ്രതിഫലനമുണ്ടാവുന്ന ഇടം കോട്ടയം കൂടിയാണ്. അവിടെ നിരവധി ക്രൈസ്തവ മുഖമുള്ള ക്രൈസ്തവ നാമധാരികളായ സ്ഥാനാർത്ഥികൾ BJPക്കുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ഇടം നൽകി കൂടുതൽ അടുപ്പിച്ച് മുന്നോട്ട് പോകാനാണ്. അതെങ്ങനെ ഗുണപ്പെടും, അതെങ്ങനെ ഫലം കാണും? BJPയുടെ മധ്യകേരളത്തിലെ കോട്ടയം ജില്ലയിലെ പഞ്ചായത്ത് അംഗങ്ങളുടെ തദ്ദേശ പ്രതിനിധികളുടെ എണ്ണം വർദ്ധിക്കുമോ? പ്രസക്തമായ ചോദ്യമാണ്. അതുകൂടി നമുക്ക് ഉത്തരം തേടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് രാഷ്ട്രീയ ചിത്രം. അങ്ങനെ വ്യത്യസ്ത മുഖമാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്നും നമുക്ക് കാണാനാവുന്നത്. വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഡാൻ കുര്യൻ നമുക്കൊപ്പമുണ്ട്. ഡാൻ, തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ മുഖം ഇനി നമുക്ക് നോക്കൂ. പരസ്യപ്രചരണത്തിന് അവശേഷിക്കുന്നത് ഇനി അരമണിക്കൂറിലധികം സമയം മാത്രമാണുള്ളത്. 6 മണിയാവാൻ. ഇപ്പോഴത്തെ ചിത്രം എങ്ങനെയാണ്? ഡാൻ നിൽക്കുന്ന സ്ഥലത്ത് ആവേശം ഇരട്ടിച്ചോ? ഡാനിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് ഇടുക്കിയുടെ രാഷ്ട്രീയ ചിത്രം കൂടി നോക്കാം. മലയോര ജില്ല ഇടുക്കിയിൽ കേരള കോൺഗ്രസിനും CPM-നും ഒക്കെ തുല്യ പ്രാധാന്യമുള്ള ഇടമാണ്. നിയമസഭയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് മേൽക്കോയ്മയുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.